ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ 2025 പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യൻ വനിത ആരാണ്? ടൈംസ് മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ 2025 പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ പൂർണിമ ദേവി ബർമനാണ്. പൂർണിമ ദേവി ബർമൻ. ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷൻ്റെ വേദി ഒമാനിലെ മസ്കറ്റിലാണ്. ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷൻ്റെ വേദി ഒമാനിലെ മസ്കറ്റിലാണ്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി തമിഴ്നാട്ടിലെ ചെന്നൈയിൽ. സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് കോൺക്ലേവിൻ്റെ ആദ്യ പതിപ്പിന് വേദിയായത് എവിടെയാണ്? സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് കോൺക്ലേവിൻ്റെ ആദ്യ പതിപ്പിൻ്റെ വേദി ന്യൂഡൽഹിയിലാണ്. സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് കോൺക്ലേവിൻ്റെ ആദ്യ പതിപ്പിൻ്റെ വേദി ന്യൂഡൽഹി. ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിൻ്റെ 8ാമത് എഡിഷൻ്റെ വേദി നമ്മൾ പറഞ്ഞു മസ്കറ്റ്, ഒമാനിലെ മസ്കറ്റിലാണ്. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ് ആണ്. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഫിലിപ്പീൻസ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് അപൂർവ പെട്രിഫൈഡ് ഫോസിൽ കണ്ടെത്തിയത്? അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് അപൂർവ പെട്രിഫൈഡ് ഫോസിൽ കണ്ടെത്തിയത്? ജാർഖണ്ഡിലാണ് അപൂർവ ഇനമായിട്ടുള്ള പെട്രിഫൈഡ് ഫോസിൽ കണ്ടെത്തിയത്. ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ് പഞ്ച് മിഷൻ? ഏത് ബഹിരാകാശ സംഘടനയുടെ സംരംഭമാണ് പഞ്ച് മിഷൻ? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ്റെ സംരംഭമാണെന്ത് പഞ്ച് മിഷൻ എന്ന് പറയുന്നത്. ഗ്രേറ്റ് ബാക്ക്യാർഡ് പക്ഷികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷികൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം? ഗ്രേറ്റ് ബാക്ക്യാർഡ് പക്ഷികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പക്ഷികൾ രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പൈലറ്റുമാർക്കായി ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം? പൈലറ്റുമാർക്കായി ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസ് ആരംഭിച്ച ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. പൈലറ്റുമാർക്കായി ഇലക്ട്രോണിക് പേഴ്സണൽ ലൈസൻസുകൾ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ചൈനയായിരുന്നു. 2ാമത്തെ രാജ്യം ഇന്ത്യയാണ്. താങ്ക് യു.